നമസ്കാരം. അംജി മുംബൈയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രശസ്ത സിനിമാ സീരിയൽ താരം ശാലു കുര്യൻ ഇനി മുംബൈയുടെ മരുമകൾ. ഏറെ ചർച്ച ചെയ്ത വിവാഹത്തിന് ശേഷം ആദ്യമായി മുംബൈയിലെത്തിയ ശാലുവും മെൽവിനും മനസ്സ് തുറക്കുന്നു. പ്രശസ്ത സിനിമ ടെലിവിഷൻ താരം ശാലു കുര്യൻ മുംബൈ മലയാളിയായ മെൽവിൻ ഫിലിപ്പിനെ വിവാഹം ചെയ്യുമ്പോൾ പതിവ് പോലെ സമൂഹ മാധ്യമങ്ങൾ ഉറക്കമൊഴിച്ചാണ് ചർച്ച ചെയ്തത്. രഹസ്യ വിവാഹമൊന്നുമല്ല, എൻ്റെ കല്യാണമേ കഴിഞ്ഞിട്ടില്ല, എൻ്റെ എൻഗേജ്മെന്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ക്ലാരിഫിക്കേഷൻ കൊടുത്തായിരുന്നു. പിന്നെ കുറെ പേര് ചോദിച്ചു രഹസ്യ വിവാഹം ചെയ്യണമെങ്കിൽ എന്തായാലും ലവ് മാരേജ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ അന്നേരം അതും പറഞ്ഞു, ഞാൻ ലവ് മാരേജ് അല്ല ചെയ്യുന്നത്, 100% അറേഞ്ച്ഡ് മാരേജ് ആണ്. എനിക്കിത് മാട്രിമോണിയൽ സൈറ്റിൽ നിന്ന് വന്ന പ്രപ്പോസലാണ്. ഇതെല്ലാം ഞാൻ അന്ന് തന്നെ ക്ലാരിഫൈ ചെയ്തിരുന്നു. അല്ല, മുംബൈയുടെ മരുമകളായി നഗരത്തിലെത്തിയ ശാലുവിന് നഗരത്തെക്കുറിച്ച് പറയാൻ വിശേഷങ്ങൾ ഏറെയാണ്. ഇതാദ്യമായാണ് ശാലു മുംബൈയിലെത്തുന്നത്. മുംബൈയിൽ വന്നിട്ട് ഇവിടെ എല്ലാ മലയാളീസും കാണുന്നവരുണ്ട്. പിന്നെ പ്രപ്പോസൽ വന്നിട്ട് ആളെ കാണാൻ വേണ്ടി ചന്ദനമഴ, അങ്ങനെ ചന്ദനമഴയ്ക്ക് കുറെ പേര് വ്യൂവേഴ്സ് കിട്ടി, കുറെ കൂടെ വ്യൂവേഴ്സിനെ കിട്ടി എനിക്ക് തോന്നുന്നു. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ശരിയല്ലെന്നും ശാലു വെളിപ്പെടുത്തി. ലേഡി ആർട്ടിസ്റ്റുകളെ കുറിച്ച് പൊതുവെ പുറത്തുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്ഥിരമായിട്ട് എന്താ പറയുക, രാവിലെ എഴുന്നേറ്റിട്ട് അവർക്ക് ബെഡ്റൂമിൽ കൊണ്ട് ചായ കൊടുക്കണം, പിന്നെ അതേപോലെ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണിയും ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിൽ എനിക്ക് ആക്ടിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്രൊഫഷൻ മാത്രമാണ്, വരുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷൻ, അത്രേ ഉള്ളൂ. മറ്റെല്ലാ പ്രൊഫഷൻ പോലെയും ഇതൊരു പ്രൊഫഷൻ അല്ല. ഇതിൻ്റെ ഒരു ഗ്ലാം ഒന്നും എനിക്ക് ഒരിക്കലും എൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞാലും താൻ അഭിനയ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കില്ലെന്ന് ആദ്യമേ തീരുമാനിച്ചതാണെന്നും തന്റെ സങ്കല്പത്തിലെ ഭർത്താവ് തന്നെയാണ് മെൽവിനെന്നും ശാലു പറയുന്നു. എന്നെ കല്യാണം കഴിക്കാൻ വന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഫഷൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഇവിടം വരെ എത്തിയ ഒരു പ്രൊഫഷനാണ്. അപ്പോൾ എനിക്കിത് എന്തായാലും കണ്ടിന്യൂ ചെയ്യണം. അത് അറ്റ്ലീസ്റ്റ് ഒരു പ്രൊജക്റ്റ് എങ്കിലും എനിക്ക് ചെയ്യണം, ഏതെങ്കിലും ഒരു 10 days മാക്സിമം ഷൂട്ട് വരത്തുള്ളൂ. അതെന്തെങ്കിലും എന്തായാലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഭർത്താവ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അത് എന്തായാലും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതും എനിക്കൊരു എന്താ പറയുക, ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നി. കലാരംഗത്തേക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും ഭർത്താവും കുടുംബവും നൽകുന്നുണ്ടെന്ന് മുംബൈയിലെത്തിയ ശാലു പറഞ്ഞു. നെഗറ്റീവ് കഥാപാത്രവും പോസിറ്റീവ് കഥാപാത്രവും തൻ്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന് ശാലു. നെഗറ്റീവ് അത് അങ്ങനെ ഒരിക്കലും എനിക്ക് ഒരു പക്ഷേ മറ്റേ ഗോസ്റ്റ് ഹൗസിനകത്ത് മറ്റേ അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, കുറച്ചെങ്കിലും ബോധവും ബുദ്ധിയും ഉണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. എനിക്കതില്ലാത്തതുകൊണ്ട് ഒരു ക്യാരക്ടറിനെ കുറിച്ചും പേടിയില്ല. എന്താണെങ്കിലും എനിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അത് വില്ലത്തിയാണെങ്കിലും പോസിറ്റീവ് ആണല്ലോ വാട്ടവർ. ശാലുവിന്റെ കഠിനാധ്വാനത്തെയും കലാപരമായ കഴിവുകളെയും കുറിച്ച് പ്രകീർത്തിക്കുകയാണ് 5 സ്റ്റാർ ഹോട്ടൽ PR മാനേജറായി ജോലി ചെയ്യുന്ന ഭർത്താവ് മെൽവിൻ. തീർച്ചയായിട്ടും ഡെഫിനറ്റ്ലി നല്ലൊരു പോസിബിലിറ്റീസ് ഉള്ള കരിയറാണ്. അറ്റ് ദ സെയിം ടൈം ഇത്രയും വർഷത്തെ സ്ട്രഗിൾ, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഷാലു എന്ന് പറഞ്ഞാൽ ഒരു റെക്കഗ്നൈസ്ഡ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റി ആണ്. സോ തീർച്ചയായിട്ടും ടാലൻ്റ് ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്. അത് എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഷീ ഷുഡ് ക്യാരി. അറ്റ് ദ സെയിം ടൈം ഞാനും എൻ്റെ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ തുടങ്ങിയ മൈ സ്ട്രഗിൾ സ്റ്റിൽ ഗോസ് ഓൺ. ജോലി കഴിഞ്ഞാൽ TV ഷൂട്ടിങ്ങിന് താല്പര്യം കാണിക്കുന്ന മെൽവിനും ശാലുവിനൊപ്പം കലാരംഗത്ത് സജീവം തന്നെ. എല്ലാ തരത്തിലും വീട്ടുകാർ ഇഷ്ടപ്പെട്ട് നടത്തിയ വിവാഹമായിരുന്നു തങ്ങളുടേതെന്ന് പറയുമ്പോൾ ചന്ദനമഴയിലെ വില്ലത്തിയായ വർഷയുടെ മുഖത്ത് കുസൃതി ചിരി. വീട്ടിൽ നിന്ന് വന്ന് പെണ്ണ് കണ്ടു, പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ കുറച്ചുപേർ അവിടെ പോയി കണ്ടു. ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു ധാരണയായി എന്ന് കണ്ടപ്പോഴാണ് വീഡിയോ കോളൊക്കെ തുടങ്ങിയത്. എൻഗേജ്മെന്റിന്റെ ദിവസം തന്നെ രണ്ടുപേരും FBയിൽ ലൈവായി വിവരം പ്രേക്ഷകരെ അറിയിച്ചുവെന്നും ശാലു. എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ FBയിലെ ലൈവ്, ഇപ്പം അതാണല്ലോ ഫാഷൻ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ FB ലൈവ് വരുന്ന ചെയ്യുന്നതാണല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ FBയിലെ ലൈവ് പോയിട്ടില്ലായിരുന്നു. അപ്പം ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തപ്പം ഞങ്ങളുടെ എൻഗേജ്മെന്റ് അന്ന് ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യും. സീരിയൽ കണ്ട് പരിചിതമായ നായിക അയൽക്കാരിയായി എത്തിയ സന്തോഷത്തിലാണ് ഡോംബിവിലി ബാലാജി ഗാർഡനിലെ മലയാളികൾ. സ്ഥിരമായി കാണുന്ന സീരിയലിലെ നായിക കുടുംബ സുഹൃത്തായ സന്തോഷം പങ്കുവെക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ EP വാസുവും കുടുംബവും. ചന്ദനമഴ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാനും എൻ്റെ മിസ്സിസും. അതിൽ അഭിനയിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമായ വർഷ ഞങ്ങളുടെയൊക്കെ ഇവിടെ ഒരു നൈബറായിട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചന്ദനമഴ എന്ന സീരിയൽ ഞാൻ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. അതിലത്തെ വർഷ എന്ന ആക്ടർ ഞങ്ങളുടെ അയൽവക്കത്ത് വന്നതിൽ വലിയ സന്തോഷം. ടെലിവിഷൻ സീരിയലിലെ ഇഷ്ടവില്ലത്തിക്ക് മുംബൈയിലും ആരാധകർ ഏറെയുണ്ട്. ഇനിയും കൂടുതൽ ഇതുപോലുള്ള ആൾക്കാർ വരുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. എന്നാൽ സാധാരണ ജീവിതത്തിൽ ശാലുവിന് വില്ലത്തിയാകാൻ കഴിയില്ലെന്ന വിശ്വാസത്തിലാണ് മെൽവിനും കുടുംബവും.
സ്വന്തം അമ്മയുടെ നിഴലായി അമ്മ പറയുന്നത് മാത്രം അനുസരിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വില്ലത്തിയായി ജീവിക്കുന്ന വർഷയോട് പ്രേക്ഷകർക്ക് സ്നേഹവും സഹതാപവും ഉണ്ടെന്ന് ശാലു പറയുന്നു. എന്നെക്കുറിച്ച് ഒരുപാട് പേര് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കഥാപാത്രത്തെ പോലെ തന്നെയാണോ ആള് ജീവിതത്തിലും എന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, അതിനകത്തെ പോലെ തന്നെയാണോ ശരിക്കും എന്നെ അടുത്ത് എന്നോടും ചോദിച്ചിട്ടുണ്ട് കുറേ പേര്. സിനിമയേക്കാൾ തനിക്ക് സീരിയലാണ് കംഫർട്ടബിൾ എന്നും ശാലു പറയുന്നു. സിനിമകൾ ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ പറഞ്ഞ കണക്ക് സരയുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു മാസത്തിലിരുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ലായിരുന്നു. ഞാൻ സീരിയൽ തന്നെ കുറേ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് കംഫർട്ടബിളും സീരിയൽ തന്നെയായിരുന്നു. 2012-13 കൈരളി ടിവിക്ക് വേണ്ടി സീരിയൽ ചെയ്തിട്ടുള്ള മെൽവിൻ മുംബൈയിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിരുന്ന നൃത്തോത്സവത്തിന്റെ അവതാരകൻ കൂടിയായിരുന്നു. കേരളത്തിൽ പോകുന്നതിന് മുമ്പേ ഞാൻ സൂര്യ ടി വിക്ക് വേണ്ടി നൃത്യോത്സവം എന്ന് പറയുന്നൊരു പ്രോഗ്രാം ആങ്കർ ചെയ്യുന്നുണ്ടായിരുന്നു. ലൈവ് ആങ്കറിങ് നമ്മുടെ ബോംബെ സൈഡിലും ടെലിവിഷൻ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം അന്നേരം ഈ ഓപ്പർച്യൂണിറ്റി കൈരളിയുടേത് ദോസ്ത് എന്ന് പറയുന്ന സീരിയലിൽ കിട്ടിയത് എഴുതാനും എനിക്കുണ്ടായിരുന്നു. ഐ വാസ് എ റൈറ്റർ. ഐ എം എ റൈറ്റർ വിത്ത് ഫിലിം റൈറ്റേഴ്സ് അസോസിയേഷൻ. 1-2 സിനിമകളിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ച മെൽവിൻ ജയറാമിനോടൊപ്പം അടുത്ത പടത്തിൽ അഭിനയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ജൂലൈയിൽ ജയറാമിൻ്റെ ഒരു പടം ചെയ്യുന്നു. എൻ്റെ ഗുരു സന്ധ്യാമോഹൻ സാറിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി കല്യാണത്തിന് ശേഷം ലേഡി ലക്ക് ഫേവേഴ്സ് മീ മോർ. ഐ ഹോപ്പ് സോ. അടുത്തതായി ബെസ്റ്റ് ഓഫ് ഗോൾഡൻ വോയ്സ്. കൈരളി ടിവിയിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന അംശി മുംബൈ മ്യൂസിക് റിയാലിറ്റി ഷോയിലെ മികച്ച പ്രകടനങ്ങൾ കോർത്തിണക്കിയുള്ള സംഗീത പരിപാടി. ഇനി അടുത്തതായി ഒരു തമിഴ് ഡപ്പാങ്കൂത്ത് പാട്ടുമായി നമുക്ക് മുമ്പിൽ എത്തുന്നത് നമ്മുടെ അംശി മുംബൈയുടെ കബാലി. അവ ഒരു തറ സൊന്ന 100 തറ സൊന്ന മാതിരി. ആരാ അത്? ഗോ ആൻഡ് വാച്ച്. அப்படி போடுறா. லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 சந்தையிலே மீன் வாங்கி புள்ள சலசலான்னு யாரங்காச்சி கொத்தமல்லி விக்கலன்னு புள்ள ஓடுறாலே ஜப்பாங்குத்து லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 ராகி காட்டு மூளையில புள்ள களையெடுக்கிற கோல புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆள மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 சோள காட்டு மூளையில புள்ள கொளையெடுக்கிற கூல புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆள மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 சாம காட்டு மூளையில புள்ள களையெடுக்கிற கூலப்புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆள மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 பானி காட்டு மூளையில புள்ள களையெடுக்கிற கூல புள்ள நிக்கட்டுமா போகட்டுமா புள்ள ஆள மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே தில்லே லே 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 தில்லே லே 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 லே
மெமரி காட்டு மூளை இல்ல புள்ள டோட்டல் இல்ல நிகழ புள்ள நிக்கட்டுமா போடட்டுமா புள்ள ஆள மட்டும் சொன்னா போதும் லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 சந்தையிலே மீனு வாங்கி புள்ள சலசலான்னு சாரங்காச்சி கொத்துமல்லி விக்கலனு புள்ள ஓடுறாலே ஜப்பாங்குத்து லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 லாலே லாலே லாலா லாலே 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 லாலா லாலே லே 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 Thank you. Goodwin Golden Voice le oru favorite contestant Sri Ramachandran. Un kannil neer vazhindal en nenjil udiram kottudadi. We missed your step though. En kannil paavai enro അപ്പോൾ നമ്മൾ ഇവിടെ ധരിച്ചിരുന്നു പോയി എക്സ്പ്രഷൻ നിന്നതൻറോ ഭയങ്കര എക്സ്പ്രഷൻ നീർ വഴിന്താൽ എൻ നെഞ്ചിൽ ഉദീരം. മറക്കാതെ കാണുക എല്ലാ ശനിയാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈലി ടിവിയിലും. നഗരത്തിന്റെ നേർക്കാഴ്ചകളുമായി മുംബൈ ഫാസ്റ്റ് ന്യൂസ്. രാജ്യത്ത് വളർന്നുവരുന്ന വർഗീയ ധ്രുവീകരണത്തിനും ഫാസിസത്തിനും യഥാർത്ഥ ബദൽ ഇടതുപക്ഷമാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണൻ. മുംബൈയിൽ ആദർശ വിദ്യാലയത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്രമായ വികസന പദ്ധതികൾക്കാണ് കേരളം തയ്യാറെടുക്കുന്നതെന്നും മുംബൈ മലയാളികളുടെ പങ്കാളിത്തം ഇതിനായി ഉറപ്പാക്കണമെന്നും ആദർശ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുഖ്യ പ്രഭാഷകനായി എത്തിയ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പാക്കുന്ന വികസന പദ്ധതികൾക്ക് മുംബൈ മലയാളികളുടെ സഹായം ലഭ്യമാക്കണം. കേരളം എന്നൊരു വലിയ വികസന പാതയിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. മുംബൈ മലയാളികളുടെ വിവിധ ആവശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പ്രവാസി ക്ഷേമത്തിനായി ഒട്ടനവധി പദ്ധതികൾക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ജനപങ്കാളിത്തത്തോടു കൂടിയ വികസനം എന്നതാണ് ഇടതുപക്ഷം ആവിഷ്കരിച്ചിരിക്കുന്ന നയം. അതിൻ്റെ ഭാഗമായി സർവതല സ്പർശിയായ സമഗ്ര വികസനമാണ് ഇടതുപക്ഷം ഉദ്ദേശിക്കുന്നത്. കേരളത്തിന്റെ വികസന മാതൃകയും മതനിരപേക്ഷതയിൽ ഊന്നിയ ഇടതുപക്ഷ മുന്നേറ്റവും വർഗീയ ശക്തികളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരളത്തിലുള്ള ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും എല്ലാ സ്ഥലത്തും സഞ്ചരിക്കാൻ ഉള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതിന് തടസ്സപ്പെടുന്ന നടപടി ആരുടെ ഭാഗത്തുണ്ടായാൽ അത് കേരളം അനുവദിക്കാൻ പോകുന്നില്ല. അത് ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെൻറ് പ്രവർത്തിക്കും. വർഗീയ ഫാസിസത്തിനെതിരെ കേരളം ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം സംജാതമായെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കേരളത്തിൽ RSS നേതൃത്വത്തിൽ സംഘപരിവാർ നടത്തിവരുന്ന ആക്രമണങ്ങളെയും കൊലപാതകങ്ങളെയും തുറന്നുകാട്ടി CPIM കേരള കമ്മിറ്റി തയ്യാറാക്കിയ ചിത്രപ്രദർശനവും ഉണ്ടായിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ ചുമതലയേറ്റ ശേഷം ആദ്യമായി നഗരത്തിലെത്തിയ CPM നേതാവിന് വൻ വരവേൽപ്പാണ് മുംബൈ മലയാളികൾ നൽകിയത്. ഒരുപിടി മികച്ച ചിത്രങ്ങളുടെ പ്രദർശനവുമായി മുംബൈയിൽ നടന്ന ആദ്യ ഹ്രസ്വ ചലച്ചിത്രമേളയ്ക്ക് മികച്ച പ്രതികരണം. പുരസ്കാര നിറവിൽ ഉത്തര ഉണ്ണി. സംവിധായകൻ പ്രിയാനന്ദൻ മുഖ്യാതിഥി. മുംബൈയിൽ നടന്ന ഹ്രസ്വ ചലച്ചിത്രമേള നല്ല ചിത്രങ്ങളുടെ പ്രദർശന വേദിയായി. നടിയും നർത്തകിയുമായ ഉത്തര ഉണ്ണി തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത പോപ്രിൻസ് മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തു. കൂടാതെ നല്ല തിരക്കഥ, മികച്ച സംവിധാനം, എഡിറ്റിംഗ് തുടങ്ങിയ മേഖലയിലും തിളങ്ങിയത് പോപ്രിൻസ് എന്ന ചിത്രമായിരുന്നു. നടൻ സിദ്ദിഖ്, ഊർമിള ഉണ്ണി തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ഏറെ പ്രതീക്ഷയോടെ പുറത്തിറക്കിയ ചിത്രത്തിന് കൈനിറയെ പുരസ്കാരങ്ങൾ ലഭിച്ച സന്തോഷത്തിലാണ് ഉത്തര ഉണ്ണി. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഒരു അവാർഡ് കിട്ടുമായിരിക്കും എന്ന് വെറുതെ ആഗ്രഹിച്ചിരുന്നു. കാരണം സിദ്ദിഖ് സാർ അഭിനയിച്ചു, വാഴകപ്പൻ സാറിന്റെ ക്യാമറ. മുംബൈയിൽ നിന്നാണ് പ്രൊജക്ട് കിട്ടിയതെന്നും ഇവിടെ പഠിക്കാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടുന്നുവെന്നും ഉത്തര പറഞ്ഞു. മുംബൈ പ്രവാസി കൂട്ടായ്മ എന്ന നിലയ്ക്ക് എടുത്തു പറയേണ്ട നേട്ടമായിരുന്നു നാട്ടരങ്ങ് നടത്തിയ ഈ ദൃശ്യോത്സവമെന്നും
സംവിധായകൻ പ്രിയനന്ദൻ. ക്രിയാത്മകമായ ഒരു കാര്യത്തെ അന്വേഷിക്കാനുള്ള ഒരു വലിയ വഴിയാണ് ഈ ഹ്രസ്വ സിനിമ എന്ന് പറയുന്നത്. അതിലൂടെ കൂടുതൽ തെളിച്ചവും വെളിച്ചവും കിട്ടാൻ ആളുകൾക്ക് ഇത്തരം വേദികൾ ഉണ്ടാവുന്നത് നല്ലതാണ്. വർഷങ്ങളായി മറുനാട്ടിൽ കഴിയുന്ന പ്രവാസി മലയാളികൾ നിർമ്മിക്കുന്ന ഇത്തരം സൃഷ്ടികൾക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നും അതുകൊണ്ടാണ് ഈ സംരംഭത്തിന് തുടക്കം കുറിച്ചതെന്നും മികച്ച നടനുള്ള പുരസ്കാരം നേടിയ നാട്ടരങ്ങിന്റെ ചെയർമാൻ കൂടിയായ രവി തൊടുപുഴ പറഞ്ഞു. പ്രദർശിപ്പിച്ച ചിത്രങ്ങളെക്കുറിച്ച് വിധികർത്താവ് കൂടിയായ കേളി രാമചന്ദ്രൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. എൻ്റെ ഓർമ്മയിൽ ഒരിക്കലും ഇത്രയെങ്കിലും വിപുലമായിട്ടുള്ളൊരു ഹ്രസ്വ ചലച്ചിത്രമേള ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ബാലതാരമായി തിരഞ്ഞെടുത്തത് അംബിക വർമ്മയാണ്. മികച്ച നടിയായി അജയദാസനും മികച്ച രണ്ടാമത്തെ നടിയായി സുമാ മുകുന്ദനും പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരം ഹൃതിക് ചന്ദ്രൻ സംവിധാനം ചെയ്ത ലാസ്റ്റ് ബ്രീത്ത് സ്വന്തമാക്കി. മികച്ച രണ്ടാമത്തെ സംവിധായകനും ഹൃതിക് ചന്ദ്രൻ തന്നെ. ഞാൻ 2008 ബോംബെയിൽ വരുന്നത്. അപ്പോഴാണ് നമുക്ക് നവംബറിലാണ് സ്ക്വാഡ്രൺ നടന്നത് CST-യിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ചിങ്ങനെ ഒരു പത്രവാർത്തയിൽ നിന്നാണ് നമുക്ക് ലാസ്റ്റ് ബ്രീത്ത്. മുംബൈയിൽ നടന്ന ആദ്യ പ്രവാസി ഹ്രസ്വചിത്ര പ്രദർശനം ചലച്ചിത്ര പ്രേമികൾക്ക് നവ്യാനുഭവമായി മാറി. മുംബൈയിലെ ഒരുപറ്റം മലയാളി യുവാക്കൾ തുടക്കമിടുന്ന യൂത്തപ്പം എന്ന വെബ് സീരീസിന്റെ ആദ്യ പ്രദർശനം നടന്നു. സാമൂഹ്യ സംസ്കാര രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. അഭിനയ രംഗത്ത് താല്പര്യമുള്ള ജോലിക്കാരും വിദ്യാർത്ഥികളുമായ ചെറുപ്പക്കാരാണ് മുംബൈയിലെ ആദ്യ മലയാള വെബ് സീരീസിന് തുടക്കമിടുന്നത്. താനെ വിന്യാസ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിരവധി കലാസ്വാദകർ പങ്കെടുത്തു. നിരഞ്ജ് മേനോൻ സംവിധാനം ചെയ്യുന്ന യൂത്തപ്പത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് രാഹുൽ മേനോനാണ്. വിജയകുമാർ, രജനി, ശിവപ്രസാദ്, വിനീജ, രാഹുൽ തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. ആസ്വാദന നിലവാരത്തിന്റെ തകർച്ചയാണ് നല്ല സിനിമകളുടെ അഭാവമെന്ന് സംവിധായകൻ പ്രിയനന്ദൻ. സമൂഹത്തിൽ ഇടപെടുന്ന മനുഷ്യരെ നിശബ്ദരാക്കിക്കൊണ്ടിരിക്കുന്നതിനെതിരെയാണ് തന്റെ പുതിയ ചിത്രമെന്നും അദ്ദേഹം പറഞ്ഞു. ചിത്രീകരണം പൂർത്തിയായ പാതിരാക്കാലത്തിൽ സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ള വ്യത്യസ്തമായ പ്രമേയവുമായാണ് ഇക്കുറി പ്രിയാനന്ദൻ എത്തുന്നത്. വർത്തമാനകാലത്തെ മനുഷ്യാവസ്ഥയെ കോറിയിടുന്ന തന്റെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ പ്രിയാനന്ദൻ പങ്കുവച്ചു. പാതിരാക്കാലം എന്ന് പറയുന്നത് നമ്മൾ ഓരോ മനുഷ്യരും ഓരോ തരത്തിലും പിന്നെ ഭയം അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഭയം എന്തുകൊണ്ടാണ് ഒരു സൊസൈറ്റിയുടെ ഉള്ളിൽ കയറി വരികയും നമ്മൾ പലപ്പോഴും പ്രതികരിക്കണമെന്നോ അല്ലെങ്കിൽ ഇടപെടണമെന്നോ തോന്നുന്ന കുറേ മനുഷ്യർ ഉൾവലിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ വളരെ ഒരു കാലത്ത് വളരെ പൊളിറ്റിക്കലായിട്ടുണ്ടാക്കുന്ന നിലപാടുകൾ എടുക്കാനും അതിനോട് പ്രതികരിക്കാനും തയ്യാറാവുന്ന പല മനുഷ്യർ ഉൾവലിഞ്ഞു പോകുന്നതിൽ നിന്നൊരു സങ്കടം നമുക്കുണ്ട്. കാരണം നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഈ ലോകത്തെ പ്രതീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തെ പ്രതീക്ഷിക്കുന്നത് നമ്മൾ അങ്ങനെയല്ല. പ്രിയാനന്ദന്റെ മകൻ അശോക് ഘോഷൻ സ്വതന്ത്ര ഛായാഗ്രഹനാകുന്ന ചിത്രം കൂടിയാണിത്. ഞാൻ പറയുന്നത് പുതിയ കാലത്തെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് നമ്മളുടെ സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തെ പുതുക്കി പണിയാൻ വളരെ കെൽപ്പുള്ള ആളുകളാണ്. അവർക്ക് അതിനുള്ളൊരു വേദി കിട്ടിയാൽ മതി, ഒരു സംസ്കാരം കിട്ടിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് സിനിമ എന്ന് പറഞ്ഞ് നിലനിൽക്കുന്ന ചില ചട്ടക്കൂടുകളെ പൊളിച്ചു കളയാൻ വളരെ ശക്തരായിട്ടുള്ള മൂവ്മെൻറ്റിലുള്ള കുട്ടികൾ വരുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യർക്കും അവരുടെ വികാരങ്ങൾക്കും ഒപ്പം ജീവിച്ച ഹുസൈൻ എന്ന മനുഷ്യന്റെയും മകളുടെയും കഥയാണിത്. ഹിംസയ്ക്കെതിരെ സ്നേഹത്തിന്റെ കൊടി പകർത്തുക എന്ന സന്ദേശമാണ് പാതിരാക്കാലം നൽകുന്നതെന്നും പ്രിയാനന്ദൻ പറഞ്ഞു. ഒരു സ്ത്രീ കഥാപാത്രമാണ്, ഒരു സ്ത്രീയാണ് അതിലൊരു മെയിനായിട്ട് വരുന്നത്. കാരണം വെച്ചാൽ ഇന്നത്തെ ഒരു കാലത്ത് ഒരു മുസ്ലിം ആവുക എന്ന് പറയുന്നത് തന്നെ ഒരു വല്ലാത്തൊരു ഭയമാണ്. അപ്പോൾ ഒരു മുസ്ലിം എന്ന് പറയുന്ന ഒരു ഹുസൈൻ എന്ന് പറയുന്ന ഒരാളെ കാണാതാവുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത്. മുംബൈ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ചിത്രം കൂടിയായിരിക്കും പാതിരാക്കാലം. മുംബൈയിലെ പരസ്യമേഖലയിലെ പ്രമുഖനായ മുരളി മട്ടുമ്മലാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. സർഗാത്മക സഹായവുമായി പത്രപ്രവർത്തകൻ N. ശ്രീജിത്തുമുണ്ട്. ഇത്തരം സിനിമകളെ പിടിക്കാൻ മുന്നോട്ട് വരുമ്പോൾ മുരളി മട്ടുമ്മലെ പോലുള്ള ഒരാൾ വരിക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഇത്തരം സിനിമയ്ക്ക് കാരണം നമ്മളെ ഒരു 10 വെച്ച് 100 എടുക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്ത് നല്ല സിനിമ നിർമ്മിക്കണമെങ്കിൽ നല്ല മനസ്സുള്ള ഒരാൾ കൂടെ വേണം. ചിലപ്പോൾ മുടക്കുമതിൽ അത്ര പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. മുംബൈ മലയാളികൾ കഴിഞ്ഞ കുറേ നാളുകളായി വിഘടിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും സംഘടിക്കുവാനാണത്രേ. ഈയിടെ നഗരത്തിലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ട തമാശ ഇതിനോട് കൂട്ടിവായിക്കാവുന്നതാണ്. രാജൻ കിണറ്റിങ്കര കോറിയിട്ട നിർദോഷമായ വരികൾ ഇതാണ്: മീൻ മാർക്കറ്റിൽ വെച്ച് 3 മലയാളി സുഹൃത്തുക്കൾ കണ്ടുമുട്ടി. മീൻ മാർക്കറ്റിൽ വെച്ച് 3 മലയാളി സുഹൃത്തുക്കൾ കണ്ടുമുട്ടി. പിറ്റേന്ന് അവരൊക്കെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററുമായി. ഫാസിസ്റ്റോടെ പൂർണ്ണമാണ്. കൂടുതൽ മുംബൈ വാർത്തകൾക്ക് ട്യൂണിംഗ് കൈലി ആൻഡ് പീപ്പിൾ TV.